29ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ഡിസംബർ 13 മുതൽ 20 വരെ തലസ്ഥാന നഗരിയിൽ തിരുവനന്തപുരത്ത് നടക്കുകയാണ്. അതിനോടനുബന്ധിച്ച് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഷാജീൻ സാറിൻ്റെ നേതൃത്വത്തിൽ കേരള ഫിലിം മാർക്കറ്റ് ഈ ഫെസ്റ്റിവലിനോട് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ ഫെസ്റ്റിവലിനോട് അനുബന്ധിച്ച് നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട പ്രോഗ്രാം. അതിൻ്റെ വിശദാംശങ്ങൾ സാറിനോട് വളരെ വിശദമായിട്ട് തന്നെ സംസാരിച്ചു. ഇതൊരു നോളജ് ഷെയറിംഗ് കൂടിയാണ്. ഒപ്പം ലോക സിനിമയുടെ നിലവാരത്തിൽ മലയാള സിനിമ എവിടെ നിൽക്കുന്നു എന്ന് മലയാള സിനിമയുടെ പ്രവർത്തകരെ, മലയാള സിനിമയെ ഒരു സ്വയം പരിശോധനയ്ക്ക് വിധേയമാക്കാൻ, ഒപ്പം നമ്മുടെ സിനിമയെ ലോക സിനിമയുടെ ഒരു പരിപ്രേക്ഷ്യത്തിൽ അതിനെ ഷോക്കേസ് ചെയ്യാൻ ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു കേരള ഫിലിം മാർക്കറ്റ്, അത് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അവിടെ സംഘടിപ്പിക്കുന്നത്. ഇവിടെ ഈ ഫെസ്റ്റിവലിനെ സംബന്ധിച്ചാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു. ഫിലിം മാർക്കറ്റിനെ കുറിച്ച് സാർ വിശദമായിട്ട് സംസാരിച്ചതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഫെസ്റ്റിവല്, ഈ തവണത്തെ ഫെസ്റ്റിവല് നമ്മൾ കഴിഞ്ഞ തവണ പോലെയൊക്കെ തന്നെ വലിയ ഒരു ജനപങ്കാളിത്തം, പ്രേക്ഷകരുടെ ഒരു വലിയ പിന്തുണ നമുക്ക് ഇപ്പോൾ തന്നെ അത് ഫീൽ ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം രജിസ്ട്രേഷൻ ആരംഭിച്ചപ്പോൾ തന്നെ ആദ്യ മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഏതാണ്ട് 5000 വരെ രജിസ്ട്രേഷനിലേക്ക് നമ്മൾ എത്തി ആദ്യ ദിവസം തന്നെ. അപ്പോൾ അതൊരു വലിയ ആവേശകരമായ ഒരു ജന പങ്കാളിത്തത്തിൻ്റെ ഒരു സൂചനയാണ്. വരും ദിവസങ്ങളിലും ഇത് തുടരുകയാണ്. പക്ഷെ നമുക്ക് പരമാവധി ഒരു 12,000 ഒക്കെയാണ് ഡെലിഗേറ്റ്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഡെലിഗേറ്റ്സ് 12,000 എന്നാൽ തന്നെ മറ്റു വിദേശത്തു നിന്നൊക്കെ വരുന്ന ഗസ്റ്റുകൾ, വിശിഷ്ട വ്യക്തിത്വങ്ങളുണ്ട്, അതുപോലെ നമ്മുടെ മാധ്യമ പ്രവർത്തകർ, സിനിമ സംബന്ധിയായിട്ടുള്ള നിരൂപകരുണ്ട്, ചലച്ചിത്ര പ്രതിഭകൾ, ചലച്ചിത്ര പ്രവർത്തകർ, നമ്മുടെ നാട്ടിലെ തന്നെ മറ്റ് സിനിമയെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരുപാട് പ്രേക്ഷകർ, അവരൊക്കെ ഈ മേളയുടെ ഭാഗമായിട്ട്, പിന്നെ നമ്മുടെ വോളണ്ടിയേഴ്സ്, അങ്ങനെ ഒരു വലിയൊരു ഏതാണ്ട് ഒരു 15,000-ഓളം പേര് നമ്മൾ ഈ മേളയിൽ പ്രതീക്ഷിക്കുക. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ നടന്നു വരുന്നു. അപ്പോൾ ഈ സിനിമയുടെ ഒരു പാക്കേജുകൾ നമ്മൾ ഈ വർഷം ഈ ആഫ്രോ ഏഷ്യൻ ലാറ്റിൻ അമേരിക്കൻ സിനിമകളുടെ ഒരു പാക്കേജ് നമ്മൾ ഇതിനകത്തുണ്ട്. അതുപോലെ കൺട്രി ഫോക്കസ് ഫിലിം, അത് നമ്മൾ അർമേനിയയാണ് ഇത്തവണ. അർമേനിയ സിനിമയെ സംബന്ധിച്ചിടത്തോളം അവരുടെ 100 വർഷം ആഘോഷിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രസക്തിയുണ്ട്. നമ്മുടെ മലയാള സിനിമയും ഇപ്പോൾ 100ാം വർഷത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ആ ഒരു നമുക്ക് അന്യമായ എന്ന് പറയാവുന്ന ഒരു ഇടത്തെ സിനിമയോട് നമ്മളൊരു ഐക്യദാർഢ്യവും അനുഭവവും പ്രകടിപ്പിക്കുക കൂടിയൊക്കെയാണ് ആ ഒരു കൺട്രി ഫോക്കസ് വിഭാഗത്തിലേക്ക് അത് വരുന്നത്. ഒപ്പം അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും ശ്രദ്ധേയങ്ങളായ സിനിമകൾ, ലോകത്തെ വർത്തമാനകാലത്തെ ചലച്ചിത്ര ആചാര്യന്മാരുടെ മാസ്റ്റേഴ്സിൻ്റെ സിനിമകൾ, അങ്ങനെ ഒരു ലോക സിനിമ വിഭാഗമുണ്ട്. അതിൻ്റെ തന്നെ മത്സര വിഭാഗമുണ്ട്. പിന്നെ ഇന്ത്യൻ സിനിമ നൗ എന്ന കാറ്റഗറിയിൽ നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ ഒരു സമകാലിക മുഖം നമുക്ക് അനാവരണം ചെയ്യപ്പെടുന്ന ഒരു പിന്നെ പാക്കേജ് ഉണ്ട്. മലയാളം സിനിമ ടുഡേ എന്ന് പറയുന്ന ഒരു പാക്കേജ് ഉണ്ട്. അതുപോലെ നമ്മൾ ഹോമേജ് വിഭാഗമുണ്ട്. നമ്മൾ വിട പറഞ്ഞു പോയ മഹാപ്രതിഭകളെ അനുസ്മരിക്കുന്ന, അവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്ന അത്തരം ഇതുണ്ട്. ഇതിനൊക്കെ പുറമെ ഇത് ചലച്ചിത്ര മേളയുടെ ചലച്ചിത്ര പ്രദർശനങ്ങളെ കുറിച്ചാണ്. വെറും ഒരു പ്രദർശന വേദി മാത്രമായിട്ടല്ല നമ്മുടെ ഒരു ഫെസ്റ്റിവൽ നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. അവിടെ ചർച്ചകളുണ്ട്, സംവാദങ്ങളുണ്ട്, ഇൻ കോൺവെർസേഷൻ ഉണ്ട്, നമ്മുടെ പിന്നെ മീറ്റ് ദ ഡയറക്ടേഴ്സുമായിട്ട് അങ്ങനെയുള്ള ഓപ്പൺ ഫോറം ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചില സംവാദങ്ങളും ചർച്ചകളും ഒക്കെ ആയിട്ട് വളരെ സർഗാത്മകമായ ഒരു ഇടമായിട്ട് കൂടി ഫെസ്റ്റിവൽ വേദി മാറുകയാണ്. അപ്പോൾ അത്തരം എല്ലാ കാര്യങ്ങളും നമ്മൾ ആയിക്കഴിഞ്ഞു. അതിനോടനുബന്ധിച്ച് ചില എക്സിബിഷൻ ഉണ്ട്. നമ്മൾ പിന്നെ ലോക സിനിമയിലെ ഏറ്റവും വലിയ മാസ്റ്റേഴ്സിൻ്റെ നമ്മുടെ ചിത്രങ്ങൾ, അവരുടെ ഒരു എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൽ പ്രത്യേകത നമ്മുടെ TK രാജകുമാറാണ് അതിൻ്റെ ക്യൂറേറ്ററായിട്ട് പ്രവർത്തിക്കുന്നത്. നമ്മുടെ മലയാള സിനിമയിലെയും ഒക്കെ ഒരു പ്രാതിനിധ്യം അതിനകത്തുണ്ടാകും. അങ്ങനെ ഒരു 50ഓളം പേരുടെ മാസ്റ്റേഴ്സിൻ്റെ ഒരു പ്രത്യേകത ആ രീതിയിലുള്ള വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം അത് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള അതിൻ്റെ ഒരു എക്സിബിഷൻ നടത്തുന്നു. പിന്നെ മറ്റ് സാംസ്കാരിക പരിപാടികൾ കഴിഞ്ഞ തവണത്തെ പോലെ അത്രയും ഒരുപക്ഷെ ഉണ്ടാവില്ല. ഈ വയനാട് ദുരന്തത്തിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് കുറേ പ്രതിസന്ധികൾ നമുക്ക് ഉണ്ട് ഈ ഘട്ടത്തിൽ. പക്ഷെ അതൊക്കെ ആണെങ്കിൽ പോലും ഇതൊരു ആഘോഷത്തിൻ്റെ പൊലിമയും അതിൻ്റെ ഒരു പ്രൗഢിയും ഒന്നും ഒട്ടും മങ്ങിപ്പോകാതെ തന്നെ
നമ്മൾ ഏറ്റവും ഒരു കൃത്യമായി ഇത്തരം കാര്യങ്ങൾ എക്സിബിഷൻ ഉൾപ്പെടെ ഇതെല്ലാം വളരെ ഇതായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട്. 27-ാം തീയതി അതായത് നാളെ കയ്യൂരം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ നിന്ന് നമ്മുടെ ടൂറിംഗ് ടോക്കീസിന്റെ ഒരു സംവിധാനമുണ്ട് അക്കാദമിക്ക്. അവിടെ നിന്ന് ഈ ഫെസ്റ്റിവലിന്റെ ഒരു വിളംബര ഒരു അതിന്റെ ഒരു പ്രചാരണാർത്ഥം എല്ലാ ജില്ലകളെയും ടച്ച് ചെയ്തുകൊണ്ടുള്ള നാളെ അതിന്റെ ഒരു പ്രയാണം അവിടെ നിന്ന് ആരംഭിക്കുകയാണ്. അത് നമ്മൾ ചലച്ചിത്ര പ്രദർശനങ്ങൾ എല്ലാ ജില്ലകളെയും ഒക്കെ സംഘടിപ്പിക്കുന്നു. അത് നാളെ മുതൽ വന്നിട്ട് ഈ ഫെസ്റ്റിവലിന് തൊട്ട് മുമ്പായിട്ടുള്ള ദിവസങ്ങളിൽ അത് തിരുവനന്തപുരത്തെത്തി അവിടെ നിന്നാണ് നമ്മൾ ഫെസ്റ്റിവൽ തുടങ്ങുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളെല്ലാം വളരെ അതിൻ്റെ എല്ലാ സംഘാടനങ്ങളൊക്കെ ഇപ്പോൾ ഏതാണ്ട് അതിൻ്റെ ഒരു അവസാന വട്ട ഒരുക്കത്തിലാണ്. പിന്നെ ഇത്തവണ നമുക്കിനി പ്രഖ്യാപിക്കാനുള്ളത് ഈ ലൈഫ് ടൈം അച്ചീവ്മെന്റ് എന്ന് പറയുന്ന നമ്മുടെ ഫെസ്റ്റിവലിൽ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പുരസ്കാരം, അതിൻ്റെ ഒരു ഇത് നമ്മൾ പ്രഖ്യാപിക്കാനിരിക്കുന്നു. ഒപ്പം സ്പിരിറ്റ് ഓഫ് സിനിമ എന്ന് പറയുന്ന ആ ഒരു പുരസ്കാരം അത് പ്രഖ്യാപിക്കാനാണ്. പിന്നെ നമ്മുടെ ജൂറിയുടെ അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിലെ ജൂറി ചെയർപേഴ്സൺ, അത് അവിടെയൊക്കെ നമുക്കൊരു പ്രത്യേകത ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്, ഇവിടെയൊക്കെ ഒരു വലിയ വനിതകളുടെ ഒരു വലിയ സാന്നിധ്യം നമ്മൾ ഈ പ്രാവശ്യം ഉറപ്പുവരുത്തുകയാണ്. അതായത് ലോക സിനിമയിൽ വനിതാ സംവിധായകർ, വനിതാ ചലച്ചിത്ര പ്രവർത്തകരുടെ വലിയ സംഭാവനയുണ്ട്. പ്രത്യേകിച്ചും വർത്തമാനകാലത്ത് നമ്മുടെ കേരളത്തിലെ ഒരു ഉണ്ടായ ഈ കുറെ ചർച്ചകളുണ്ട് നമ്മുടെ സിനിമാ മേഖലയെ സംബന്ധിച്ചിടത്തോളം. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ സ്ത്രീകളുടെ ഒരു പ്രശ്നങ്ങളൊക്കെ നമ്മൾ അഡ്രസ് ചെയ്യുന്ന ഒരു അവസരം കൂടി ആയതുകൊണ്ട് തന്നെ ഈ 29ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ഒരു സ്ത്രീകളുടെ ഒരു വലിയ മുന്നേറ്റത്തിന്റെ, അവരുടെ ശാക്തീകരണത്തിന്റെ, ഒരു സ്ത്രീ സമത്വത്തിന്റെ, അല്ലെങ്കിൽ സ്ത്രീകളെ, അവരുടെ പ്രതിഭയെ, അവരുടെ സംഭാവനകളെ ചലച്ചിത്ര മേഖലയിൽ നമ്മൾ ആദരിക്കുകയും അംഗീകരിക്കുകയും അതിനെ അക്നോളജ് ചെയ്യുന്ന ആ തരത്തിലുള്ള അത് എല്ലായിടത്തും അത്തരമൊരു സാന്നിധ്യമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ മലയാള സിനിമ ടുഡേ വിഭാഗത്തിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ചിത്രങ്ങൾ പോലും അതിനകത്ത് 4ഓളം സിനിമകൾ, അതൊരു സ്ത്രീപക്ഷ സിനിമകളൊന്നും അല്ലെങ്കിൽ സ്ത്രീ സംവിധായകരുടെ ഒക്കെയുള്ള 4ഓളം സിനിമകൾ അതിനകത്ത് നമ്മൾ ഇപ്പോൾ സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അന്താരാഷ്ട്ര ചലച്ചിത്ര മത്സര വിഭാഗത്തിൽ മലയാള സിനിമയിൽ നിന്നൊരു സ്ത്രീ സംവിധായകരുടെ സിനിമ ഇപ്പോൾ മത്സരിക്കുന്നത്. അതുപോലെ നമ്മൾ ഈ ഒരു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിനും ആ പുരസ്കാരത്തിനും അതൊരു സ്ത്രീ സംവിധായികയുടെ ഒരു വലിയ ഒരു പ്രതിഭയാണ് അതിൽ ലോക സിനിമയിൽ. അതാണ് നമ്മളിപ്പോൾ പരിഗണിക്കുന്നത്. അവരുടെ പേര് തൽക്കാലം ഇപ്പോൾ പുറത്ത് അത് പറയാനൊരു കൺഫർമേഷൻ വരാനുണ്ട്. അതുപോലെ സ്പിരിറ്റ് ഓഫ് സിനിമ. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഒരു വലിയ ഈ സ്ത്രീ പ്രതിഭകളെ ആദരിക്കുന്ന, അംഗീകരിക്കുന്ന, അവരെ അവരുടെ സംഭാവനകളെ മാനിക്കുന്ന തരത്തിലൊക്കെയുള്ള ഒരു മേളയായിട്ട് ഈ മേളയ്ക്ക് അത്തരമൊരു സവിശേഷതകൾ കൂടിയുണ്ട്. ഒരു സ്ത്രീകളെ കൂടുതൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒന്നുകൂടിയായിട്ട് ഈ മേള മാറും. അപ്പോൾ അത് ഒരു വലിയൊരു പ്രത്യേകതയായിട്ട് നമുക്ക് 29ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിനെ ആ രീതിയിൽ കൂടി നമുക്ക് അടയാളപ്പെടുത്താനാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വരും ദിവസങ്ങളിൽ അതിന്റെ കൂടുതൽ വിശദവിവരങ്ങൾ നമുക്ക് പറയാനാകും. ഇപ്പോൾ ഏതാണ്ട് പ്രവർത്തനങ്ങളൊക്കെ അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഫെസ്റ്റിവലിനെ കുറിച്ച് പറയാൻ. എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഫിലിം മാർക്കറ്റിനെ കുറിച്ചുള്ള വളരെ കൃത്യമായ വിവരങ്ങൾ ഷൈൻ സാറോട് വിശദീകരിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ശ്രീ പ്രേംകുമാറും ഫിലിം ഫെസ്റ്റിവലിനെ കുറിച്ചുള്ള ഒരു വിവരണം നൽകിയിട്ടുണ്ട്. ഫിലിം മാർക്കറ്റ് കഴിഞ്ഞ വർഷം സാറ് പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷം തുടങ്ങിയ ഒരു ഫിലിം ഫെസ്റ്റിവലിനോട് കൂടി ചേർന്ന് തുടങ്ങിയിട്ടുള്ള ഒരു പ്രത്യേക പ്രോഗ്രാമാണ്. വിശ്വ സിനിമയുടെ വേദിയിലേക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് ടാലന്റഡ് ആയിട്ടുള്ള ആളുകളെ എത്തിക്കുന്നതിന് ആ മേഖലകളെ, ഫോട്ടോഗ്രാഫി ആയാലും സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആയാലും സംവിധാനമായാലും അതിൻ്റെ ഇപ്പോൾ നൂതനമായ സാങ്കേതിക വിദ്യയായാലും അത് പരിചയപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ ഇതൊരു വിശ്വ മീഡിയയാണ്, ഒരു വലിയൊരു ആശയമാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ കൂടുതൽ അതിൻ്റെ സാങ്കേതികമായ അർത്ഥത്തിലും ഒക്കെ ആ അറിവുള്ള മേഖലയെ നോളജ്, അതുകൊണ്ടാണ് ഇവിടെ നോളജ് ഷെയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ആ വലിയ മേഖലയിലേക്ക് ഇപ്പോൾ ഇവിടെ ഒരുപാട് വിശ്വ ദർശനമുള്ള സിനിമകളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ആ മേഖലയിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ആ നോളജ് ഉള്ളവരെ കണ്ടെത്തി, ആ പ്രതിഭകളെ കണ്ടെത്തി അവരെ ആ മേഖലകളിലുള്ള വളരെ വിദഗ്ധരുമായി പരിചയപ്പെടുത്തുക, അവരെ അതിൽ പരിശീലിപ്പിക്കുക. നാളുകളിൽ കേരളം
വിശ്വ സിനിമാ വേദിയുടെ ക്രിയേറ്റേഴ്സായി മാറുന്ന തരത്തിലുള്ള പ്രതിഭകളെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ ഫിലിം മാർക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെ ഒരു വ്യത്യസ്തമായ ആംഗിളിൽ നിന്നുകൊണ്ട് നമ്മൾ കാണുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വലിയ ഫിലിം കൺവെൻഷൻ എന്നുള്ള തരത്തിൽ തന്നെ നമുക്കിതിനെ ഡിസൈൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഷാഹിദ് സാറിന്റെ ഈ കൺസെപ്റ്റ് ആ തരത്തിലാണ് നമ്മളിത് വികസിപ്പിക്കുവാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ഭാഗത്ത് ഫിലിം ഫെസ്റ്റിവൽ അതിൻ്റെ ഒരു വലിയ എന്റർടൈൻമെന്റ് ഭാഗമുണ്ട്. അവിടെ കുറേയേറെ അക്കാഡമിക് തലത്തിലുള്ള ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഫിലിം മാർക്കറ്റ് ഇതിന്റെ ദാർശനികവും ഫിലോസഫിക്കലുമായിട്ടുള്ളതും സാങ്കേതികമായിട്ടുള്ളതുമായ മേഖലകൾ നമ്മുടെ തലമുറയെ പരിചയപ്പെടുത്തണമെന്നും അത് നാളെ ഇപ്പോ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് സിനിമകൾ നാളെ വിശ്വവേദികളിൽ ചർച്ച ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് വരും തലമുറയെ പ്രാപ്തമാക്കുക എന്നുള്ളതാണ് ഈ ഫിലിം മാർക്കറ്റ് കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അതിന് വരുന്ന ഓരോ പ്രമുഖരായ ആളുകളെ സംബന്ധിച്ചൊക്കെ സാറ് വിശദമായിട്ട് പറഞ്ഞു. അതാണ് ഫിലിം മാർക്കറ്റിന്റെ പ്രത്യേകത. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം അത് സാറ് പറഞ്ഞു. ഇപ്പൊ ഈ കഴിഞ്ഞ വർഷം തുടങ്ങി ഈ വർഷം അതിനെ കുറെ കൂടി മെച്ചപ്പെട്ട രീതിയിൽ നമ്മൾ നടത്തുവാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. വരും വർഷങ്ങളിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന തരത്തിലേക്കും വലിയ തോതിൽ ആളുകൾ ഇതിനെ തേടി വരുന്ന തരത്തിലേക്കുമുള്ള എന്താണ് ഇതെന്ന് കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് തേടി വരുന്ന തരത്തിലേക്കും ഈ ഫിലിം മാർക്കറ്റ് മറ്റ് സാറ് പറഞ്ഞാല് മറ്റ് വിദേശ രാജ്യങ്ങളിലുമൊക്കെ ഈ ഫിലിം മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു വലിയ പ്രത്യേക സെഷനായി വലിയ ചർച്ച ചെയ്യപ്പെടുന്ന വേദികളായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നാളുകളിൽ നമ്മുടെ കേരളത്തിലും ഈ ഫിലിം മാർക്കറ്റ് ചർച്ച ചെയ്യപ്പെടുന്ന വേദിയാക്കി മാറ്റുക എന്നുള്ളതാണ് ഇതിന്റെ സംഘാടകർ എന്നുള്ള നിലയിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സാർ വളരെ വിശദമായി ഇതിനകത്ത് സംസാരിച്ചു കഴിഞ്ഞു. ഇതാണ് എനിക്ക് ഇത്രയും ഭാഗം മാത്രമാണ് കൂട്ടിച്ചേർക്കാനുള്ളത് എന്ന് പറഞ്ഞത് ഞാൻ